ഹായ്, ഹലോ, നമസ്കാരം. അനിരുദ്ധാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 നല്ലൊരു വീക്കെൻഡ് എപ്പിസോഡിന്റെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയുന്നതായിരിക്കും ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിനെ കുറിച്ചിട്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ പറയാട്ടോ. വേറൊന്നല്ല, നമ്മൾ രാവിലെ മുതൽ പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രൊമോയിലെ കണ്ട കുറെ സീക്വൻസ് ഒക്കെ വിശ്വസിച്ച് ഇന്ന് ലാലേട്ടൻ വന്നാൽ എന്തെങ്കിലുമൊക്കെ നടക്കും, അല്ലെങ്കിൽ ഭയങ്കര സെറ്റ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ എപ്പിസോഡ് കാണാനായിട്ട് ഇരുന്നത് കേട്ടോ. പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ നടന്നിട്ടില്ല. നമ്മള് ജിസൈലിനെ ഭയങ്കരമായിട്ട് റോസ്റ്റ് ചെയ്യും, അനുമോളെ നല്ലതായിട്ട് റോസ്റ്റ് ചെയ്യും എന്നൊക്കെ വിചാരിച്ചാണ് എപ്പിസോഡ് കാണുന്നത്. പിന്നെ വീടിനകത്തുള്ള മറ്റുള്ളവരെ കുറിച്ചിട്ടും ഉള്ള ഒരു നല്ല കണ്ടന്റ് ഒക്കെ ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചാണ് എപ്പിസോഡ് കാണാനിരുന്നത്. പക്ഷെ പ്രതീക്ഷയ്ക്കൊത്തിട്ടുള്ള ഒരു പ്രതികരണമൊന്നും ഉണ്ടായില്ല ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ പറയാട്ടോ. ജിസൈലിനെയൊക്കെ വളരെ ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ പൊതിഞ്ഞാണ് ജിസൈലിനോടൊക്കെ സംസാരിച്ചത്. ഇങ്ങനെയൊക്കെ പറ്റുമോ, ഇങ്ങനെ നിയമം ലംഘിച്ചാലൊക്കെ നമുക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നോക്കിയും കണ്ടൊക്കെ ചെയ്യണം എന്നൊക്കെ രീതിയിലാണ് ലാലേട്ടൻ ജിസൈലിനോടൊക്കെ സംസാരിക്കുന്നത്. അനുമോളുടെ അടുത്തും അതെ, CID കളിച്ചതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവരെ പറയുന്ന കാര്യങ്ങള് കൈയേറ്റം ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഫിസിക്കൽ അസോൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടിയൊക്കെ വരും എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ടാണ് ലാലേട്ടൻ വളരെ കുറഞ്ഞ വാക്കുകളിൽ മാത്രം ഇവരെയൊക്കെ ശാസിക്കുന്നുള്ളൂ കേട്ടോ. നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് നല്ല രീതിയിൽ രണ്ടുപേരെ റോസ്റ്റ് ചെയ്യും എന്നൊക്കെയാണ്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ കഴിഞ്ഞ ദിവസത്തെ കാഴ്ചകൾ, കഴിഞ്ഞ വീക്കിലെ പ്രധാനപ്പെട്ട വിഷ്വൽസ് ഒക്കെ കാണിച്ചിട്ടാണ്. അതോടൊപ്പം ഇന്ന് കാലത്ത് നടന്ന ഒരു കാര്യം കേട്ടോ. രാവിലെ തന്നെ അനീഷ് ഷാനവാസിന്റെ അടുത്ത് പോയിട്ട് പറയാണ് ജയില് തുറന്നിട്ടേക്കാണ് കേട്ടോ. ജയില് തുറന്നിട്ടേക്കാണ്. ഷാനവാസ് നമ്മുടെ സിറ്റിംഗ് റൂമിൽ വന്നിരിക്കുകയാണ്, സോഫയില്. ജയില് തുറന്നിട്ടേക്കുന്ന കണ്ട് അനീഷ് നേരെ ഷാനവാസിന്റെ അടുത്ത് വന്ന് പറയുകയാണ്, എടാ മരക്കഴുതേ, നിന്റെ ഉത്തരവാദിത്വമല്ലേ ജയിലിങ്ങനെ നോക്കുക എന്നൊക്കെ ഉള്ളത്, തന്റെ ഉത്തരവാദിത്വം ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തന്നെ എന്താ പറയാ, ഷാനവാസിനെ പ്രൊവോക്ക് ചെയ്യിപ്പിക്കാനുള്ള ഒരു തന്ത്രത്തിലാണ് കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചത്തെ അവർക്ക് ഒരു റെസ്റ്റ് ദിവസമാണ്. എങ്കിലും അനീഷിന് രാവിലെ ഒരു കണ്ടന്റ് മുഖ്യമാണ്. അതുകൊണ്ട് തന്നെ ഷാനവാസിന്റെ അടുത്ത് ചൊറിയാനായിട്ട് പോവാണ്. രാവിലെ തന്നെ ഈ എഴുന്നേറ്റതുള്ള മരക്കഴുത എന്നുള്ള വിളി ഷാനവാസിനെ ചെറുതായിട്ടൊന്ന് ടെമ്പറാക്കുന്നുണ്ട്. ഷാനവാസ് എഴുന്നേറ്റ് അവന്റെ കുഷ്യൻ എടുത്ത് അനീഷിനെ എറിയുന്നുണ്ട്. എറിഞ്ഞ് അനീഷിന്റെ തന്തേനെയൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്റെ തന്തയെ പോയി വിളിക്കടാ മരക്കഴുത എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഷാനവാസിനെ. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ വിളിച്ചു കഴിഞ്ഞാല് ആർക്കാരും ദേഷ്യം വരും, സ്വാഭാവികമാണ്. അങ്ങനെ ദേഷ്യം വരുത്തുക എന്നുള്ളതാണ് അനീഷിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാലല്ലേ കണ്ടന്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പം വീക്കെൻഡ് എപ്പിസോഡ് ആണെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ കാണാനായിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അനീഷിന്റെ ടാർഗറ്റ് ആണ്. അപ്പം അത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അയാളുടെ പ്ലാനുകൾ, അയാളുടെ ഗെയിം ഒക്കെ അയാൾ വിചാരിച്ച രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനായിട്ട് അനീഷിനെ കൊണ്ട് കഴിയുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ നടക്കുന്നത്. അനീഷിനെ തള്ളാനായിട്ട് ചെയർ പൊക്കുന്നുണ്ട് ഷാനവാസ്. തനിക്ക് മര്യാദ ഇതാണോടോ തന്റെ മര്യാദ എന്നൊക്കെ പറഞ്ഞ്. അപ്പം താൻ മര്യാദ അർഹിക്കുന്നില്ല എന്നാണ് അനീഷ് പറയുന്നത്. ഷാനവാസ് ഒരു തരത്തിലുള്ള മര്യാദയും അർഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നോട് ഇങ്ങനെ തന്നെ പെരുമാറത്തുള്ളൂ, ഇങ്ങനെയൊക്കെ വിളിക്കുള്ളൂ. അപ്പം ഷാനവാസ് തന്തയെ വിളിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, താൻ പുറത്തെങ്ങാനോ ആയിരുന്നെങ്കിൽ രണ്ടു കാലിൽ നടക്കത്തില്ല, കയ്യും കാലൊന്നും ഇങ്ങനെ ഉണ്ടാവത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ബിഗ് ബോസിനകത്ത് പറയാൻ പറ്റിയ വാക്കുകളാണോ ഇതൊക്കെ എന്നതിൽ സംശയമുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഭീഷണികള്, പുറത്തു പോയി കഴിഞ്ഞാൽ ശരിയാക്കി കളയും, കൊല്ലും, കൈവെട്ടും എന്നൊക്കെ പറയുന്നത് നിയമത്തിന് വിരുദ്ധമാണ്. എങ്കിലും ഇതൊക്കെ അങ്ങ് തള്ളിവിടുകയാണ് കേട്ടോ. ബിഗ് ബോസ് ആദ്യമായതുകൊണ്ടായിരിക്കാം വലിയ കാര്യമാക്കുന്നില്ല ഇങ്ങനെയുള്ള. പിന്നെ അടുത്തത് ജിസൈലിന്റെയും അനുമോളുടെയും വിഷയമാണ്. അനുമോള് ജിസൈലും തമ്മിലുള്ള ക്രാഷ് ലാലേട്ടൻ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഓരോരുത്തരെയായിട്ട് ഓരോ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അപ്പൊ പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ജിസൈലിനെ ന്യായീകരിക്കുകയാണ് പല ആണുങ്ങളും ചെയ്യുന്നത്. അപ്പം അനുമോള് ഈ മെയിൽ കണ്ടസ്റ്റൻസിനെതിരെ അനുമോള് ഒരു റൂമിൽ ഇരുന്നിട്ട് ശൈത്യയോടെങ്ങാനും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇവിടെയുള്ളവന്മാരൊക്കെ ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പുറകെ പൊക്കോളും, എല്ലാം മൊണ്ണകളാണ് എന്നൊക്കെ പറയുന്ന ഒരു സീന് വിഷ്വല് ബിഗ് ബോസിലെ ഹൗസ് മേറ്റ്സിനെല്ലാം ബിഗ് ബോസ് കാണിച്ചുകൊണ്ട് ലാലേട്ടൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ വിഷ്വല് കാണിച്ചത് വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് പറയുന്ന കാര്യം തന്നെയാണ് അനുമോൾ അതിനകത്തിരുന്ന് പറഞ്ഞത്. ഈ അതിനകത്തുള്ള ആണുങ്ങൾ അല്ലെങ്കിൽ മെയിൽ കണ്ടസ്റ്റൻസ് എല്ലാം വെറും മൊണ്ണകളാണ് എന്നാണ് പറഞ്ഞത്. അത് ഒരു തരത്തില് പ്രേക്ഷകർ പറയാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് അനുമോൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവന്മാരെ കാണിക്കാനായിട്ട്
ലാലേട്ടൻ തീരുമാനിച്ചത്. അവന്മാർക്ക് ഇനിയെങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ണ് തുറക്കട്ടെ, അല്ലെങ്കിൽ ഗെയിമിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം കേട്ടോ. കാരണം എല്ലാവരും ഒരു തരത്തില് അനുമോള് പറഞ്ഞ തരത്തില് ഒരു പാഴ്വസ്തുക്കളെ പോലെ ഇരിക്കുകയാണ് കൂടുതൽ ആൾക്കാരും. ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ആയിക്കോട്ടെ, ഒന്നുമില്ല, കണ്ടന്റ് ഒന്നുമില്ല. അനീഷ് കൊടുക്കുന്ന എന്തെങ്കിലും കണ്ടന്റ്, അതല്ലാതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറഞ്ഞിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലേഡി കണ്ടസ്റ്റൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവന്മാര് ചെയ്യുന്നത്. അക്ബറും അപ്പാനിയും ബിന്നി, കലാഭവൻ സരിക, ഇങ്ങനെ ഒരു 4 പേരൊക്കെ ഇരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പരദൂഷണമാണ്, വേറെ ഒന്നുമില്ല അവർക്ക്. ഇതാണോ ഗെയിം എന്നൊക്കെ തോന്നിപ്പോകുന്ന തരത്തിലാണ് കേട്ടോ. കുറച്ച് എന്റർടൈൻമെന്റോ അല്ലെങ്കിൽ ഒന്നും തരാതെ ചുമ്മാ പോയിരിക്കുന്ന കുറച്ച് എന്താ പറയാ, മൊണ്ണകൾ എന്ന് വേണമെങ്കിൽ അനുമോളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വെറും മൊണ്ണകൾ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് എപ്പിസോഡ് പോയത് കേട്ടോ. അവസാനമായിട്ട് ഇന്നത്തെ വീട്ടിലേക്ക് ഒരു കഴിഞ്ഞ വീക്കില് സ്റ്റാർ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാർ പെർഫോമൻസ് കാഴ്ചവെച്ച ഒരാളെ, ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരാളെ തിരഞ്ഞെടുക്കാനായിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ, അനുമോള് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാർ കൊടുക്കുന്നത് നമ്മുടെ ജിസേലിനാണ് കേട്ടോ. അപ്പാനി അക്ബറിനും അക്ബർ അപ്പാനിക്കും കൊടുത്ത് മാതൃക കാണിക്കുന്നുണ്ട്, സൗഹൃദത്തിന്റെ മാതൃക കാണിക്കുന്നുണ്ട്. അതുകൂടാതെ അനീഷിന് കുറെ പേര് ചെയ്യുന്നുണ്ട് കേട്ടോ. അനുമോള്, കലാഭവൻ സരിക, ആദില നൂറ, അങ്ങനെയുള്ള ഒരു 4 പേരെങ്ങാണ്ട് അനീഷിനെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പാനി ശരത്തിനെ ആർ ജെ ബിൻസി അപ്പാനി ശരത്തിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ ഷാനവാസിനെ ഏറ്റവും നല്ല പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുത്തത് നമ്മുടെ അനീഷ് തന്നെയായിരുന്നു കേട്ടോ. അനീഷിനായിരുന്നു ഫസ്റ്റ് ചാൻസ്. അനീഷ് ഷാനവാസിനെയാണ് തിരഞ്ഞെടുത്തത്. ഷാനവാസ് കഴിഞ്ഞ ആഴ്ചയിൽ കുറെ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഡീൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഷാനവാസിന് ഒരു അപ്രീസിയേഷൻ കൊടുത്താണ് അനീഷ് ആ ടാസ്ക് തുടങ്ങി വെക്കുന്നത്. പിന്നീട് എല്ലാവരും ഒരു 6 പേരും ജിസേലിന് വേണ്ടിയിട്ട് സ്റ്റാർ കൊടുത്തു. അങ്ങനെയൊക്കെ ആ ഒരു ടാസ്കിന്റെ അവസാനം അനീഷിനോട് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ, കണ്ടില്ലേ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടടക്കം നിങ്ങൾക്ക് 4 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്, അപ്പൊ കുറച്ചുകൂടി ഒന്ന് മയത്തിൽ പെരുമാറി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതുവരെ ഉണ്ടായിരുന്ന ആ റിപ്പീറ്റ് അടിച്ചിട്ടുള്ള പ്രവർത്തനം അല്ലെങ്കിൽ സംസാരമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ചുകൂടി നന്നായിട്ട് ഗെയിം കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതിലും അധികം സ്റ്റാർ കിട്ടത്തില്ലേ എന്ന് അനീഷിനൊരു ഹിന്റ് കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ. വേറൊന്നുമല്ല, പുള്ളിക്കാരന്റെ ആ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള പറച്ചില് അല്ലെങ്കിൽ പല ടാസ്കുകളെയും ഒരു തടസ്സം നിൽക്കുന്ന തരത്തിൽ കഴിഞ്ഞ റാങ്കിങ് ടാസ്കിലൊക്കെ അനീഷിന്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് ആ ടാസ്ക് തന്നെ വേണ്ടെന്ന് വെക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോയത്. അനീഷിന്റെ മാത്രമല്ല, ബാക്കിയുള്ള അക്ബർ അപ്പാനി എന്ന് പറയുന്ന കുറച്ച് പേര്, അക്ബറും അപ്പാനിയും പിന്നെ ജിസേലും ഒക്കെ അതിനെതിരെ നിന്നിട്ടുണ്ട്. എങ്കിലും മെയിനായിട്ട് അനീഷ് ഒന്ന് അയഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അപ്പാനി അല്ലെങ്കിൽ അക്ബർ ഒന്ന് അയഞ്ഞിരുന്നെങ്കിൽ ആ ടാസ്ക് നടന്നേനെ. അപ്പം അവരോടും ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങളും കണ്ടു പഠിക്കണമോ, ഈ ഷാനവാസും നമ്മുടെ അബിയൊക്കെ കുറേ അധികം ചേഞ്ച് ആയിട്ടോ. ഫസ്റ്റ് വീക്കില് ആദ്യം വന്ന് 2ാമത്തെ ദിവസം തന്നെ രേണു സുധിക്ക് നേരെയൊക്കെ ഭയങ്കരമായിട്ട് ആക്രോശിച്ച് മുന്നോട്ട് പോയിരുന്ന അബി ഒരാഴ്ചക്ക് ശേഷം അല്ലെങ്കിൽ 2 ആഴ്ച കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് കുറച്ച് സൈലന്റ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ, മോശമായിട്ടല്ല, നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. അതായത് അറഗന്റ് ആയിട്ട് നല്ല ഒച്ചയിൽ സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ പേടിപ്പെടുത്തിയിട്ടോ ഉള്ള ഒരു ഗെയിം അത്ര ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. നല്ലതായിട്ട് തോന്നി കേട്ടോ. നല്ലതെന്ന് തന്നെ പറയണമല്ലോ. ആദ്യം കാണിച്ച അഗ്രസീവ് മോഡ് കുറച്ച് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്ലേ ആണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ലാലേട്ടൻ. പിന്നെ ഷാനവാസിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നല്ല, അനീഷിന്റെ ഗെയിം മനസ്സിലാക്കി കളിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, ഷാനവാസ്. അതുകൊണ്ട് തന്നെ ഷാനവാസിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ലാലേട്ടൻ പഠിക്കുന്നില്ല കേട്ടോ. കാരണം ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കി അനീഷിനെതിരെ പോയ ഒരാൾ തന്നെയാണ് ഷാനവാസ്. പിന്നെ 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസമൊക്കെ ഷാനവാസ് ആവശ്യ സമയത്ത് അനീഷിന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും അയാൾ ഒരു മോശം വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ ആജന്മ ശത്രുവായിട്ടൊന്നും കാണുന്നില്ല. അല്ലാതെ നല്ല രീതിയിൽ ബാക്കിയുള്ള സമയങ്ങളൊക്കെ നോർമലായിട്ട് പരമാവധി അനീഷിനെ മയപ്പെടുത്തിയെടുക്കാനോ അല്ലെങ്കിൽ മെരുക്കിയെടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഷാനവാസ്. കുറച്ചധികം കുസൃതികളൊക്കെ കാണിച്ചിട്ട് നല്ല ഒരു എന്താ പറയുക സ്ട്രാറ്റജി ആണെന്ന് എനിക്ക് തോന്നിയിട്ട് ഷാനവാസ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ഇറിറ്റേറ്റീവ് ഗെയിം കളിക്കുന്നവരെ അതേ രീതിയിൽ എതിർത്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പം സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് സാവധാനം മെരുക്കിയെടുക്കുക എന്നുള്ള രീതിയിൽ ഒരു ഇണക്കിയെടുക്കുക എന്നൊക്കെ പറയത്തില്ല, അതുപോലെ
ചെയ്യാനായിട്ട് ഷാനവാസിന് കഴിയുന്നുണ്ട്. പിന്നെ ഈ വീക്കിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് എവിക്ഷൻ ആണ് കേട്ടോ. ഫസ്റ്റ് ഈ ആഴ്ച ആദ്യത്തെ എവിക്ഷൻ വേറെ മുഖവരയ്ക്കൊന്നും നിൽക്കാതെ വേഗം തന്നെ കാർഡെടുത്ത് RJ ബിൻസിയാണ് ഈ ആഴ്ച പുറത്തേക്ക് പോകുന്നത്. എവിക്റ്റ് ആയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു കേട്ടോ RJ ബിൻസി തന്നെ ആയിരിക്കും ഈ ആഴ്ച പോകുന്നത്. പിന്നെ ചിലപ്പോൾ നാളെ ശൈത്യ കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അപ്പാനി ശരത്തുമായിട്ടുള്ള യാത്ര പറച്ചിലാണ് കേട്ടോ. ഭയങ്കര കോമഡി ആയിട്ട് ഫീൽ ചെയ്തു. 2 ദിവസമായിട്ട് അപ്പാനി ശരത്തും ബിൻസിയും ഭയങ്കരമായിട്ട് അടുത്തായിരുന്നു. പറയാതിരിക്കുകയാണ് നല്ലത്. എങ്കിലും അവരുടെ കോംബോ ഒന്ന് വർക്കൗട്ടായി വരുമായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും ബിഗ് ബോസ് എന്താ പറയാ, തുടക്കത്തിലെ കലവിട്ടുടച്ചെന്ന് പറഞ്ഞ പോലെ ആദ്യം തന്നെ ബിൻസിയെ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പാനി ശരത്തിന് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് കേട്ടോ ബിൻസിയുടെ വേർപാടെന്ന് പറയുന്നത്. കുറച്ച് ദിവസമായിട്ടുള്ളെങ്കിലും അവർ തമ്മിൽ ഭയങ്കരമായിട്ട് ബോണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പോയത് കാരണം നമുക്ക് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി. കാരണം നാളത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് ലൈവ് അപ്ഡേറ്റ്സ് വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പാനി ശരത്തിന്റെ ഒരു നല്ല പോർഷൻ നമുക്ക് മിസ്സായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണ്, ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ലല്ലോ. നാളത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള ലൈവ് ആണ് ഇനി നാളെ കാണിക്കുക. അതുകൊണ്ട് തന്നെ ഇമോഷണൽ ആയിട്ടുള്ള കരച്ചിലും ബഹളവും ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അത് തന്നെ ആയിക്കോട്ടെ, ഒരു കണക്കിന് ബിൻസി ഔട്ടായി പോയതാണ് നല്ലതായി എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു കോംബോ അവിടെ അല്ലെങ്കിൽ ട്രാക്ക് പിടിച്ച് പോയി കഴിഞ്ഞാൽ അപ്പാനി ശരത്തിനും ബിൻസിക്കും അത് നെഗറ്റീവായിട്ടേ ബാധിക്കുള്ളായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ ബിൻസി പോയത് എന്തുകൊണ്ട് നന്നായി, ഒരു വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് പറയുന്ന പോലെ ആയിരിക്കും പറയാനായിട്ട്. എനിക്ക് തോന്നുന്നത് ബിൻസി ഔട്ടായാലും വൈൽഡ് കാർഡ് ആയിട്ട് വീണ്ടും വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. വേറെ ഒന്നല്ല, നല്ലൊരു മത്സരാർത്ഥിയാണ്. ഇങ്ങനെ ഒരു ട്രാക്കിലോട്ട് പോയില്ലെങ്കിൽ അവിടെ നല്ല രീതിയിൽ ഓപ്പണന്റിന്റെ അടുത്തൊക്കെ അടിച്ചു നിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലെ നമ്മുടെ ജാസ്മിന്റെ ഒക്കെ ഒരു പവർ, അല്ലെങ്കിൽ സംസാരത്തിലൊക്കെ ഉള്ള ഒരു പവർ ഉള്ള ഒരു വ്യക്തിയാണ് RJ ബിൻസി എന്ന് പറയുന്നത്. നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്, സ്ട്രോങ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വോട്ട് കുറവായി പോയി, ഔട്ടായി പോയി. ഒരുപക്ഷെ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാനായിട്ട് ചാൻസ് ഉള്ള, ഭയങ്കരമായിട്ടുള്ള ചാൻസ് ഉള്ള ഒരാളാണ് കേട്ടോ ബിൻസി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രതീക്ഷ കളയണ്ട. ഈ ഫയർ അവിടെ തന്നെ നിലനിർത്തിയിട്ട് വീണ്ടും ബിഗ് ബോസിനകത്തേക്ക് വരാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ബിൻസിയുടെ കാര്യത്തില്. കാരണം കഴിഞ്ഞ ആഴ്ചയില് മുൻഷി രഞ്ജിത്ത് പോയപ്പോഴൊന്നും നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം അയാള് അവിടെ വന്നിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ചുമ്മാ കസേരയിട്ട് ഒരു മുക്കിലിരിക്കുക എന്നല്ലാതെ വേറെ വിഷ്വലായിട്ട് ബിഗ് ബോസ് പുറത്തേക്ക് വിട്ട വിഷ്വൽസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. മുൻഷി രഞ്ജിത്ത് ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കൂടുതലായിട്ടും അവിടെ എവിടെയെങ്കിലും വർത്തമാനം പറഞ്ഞിരിക്കുക എന്നല്ലാതെ ടാസ്ക് പരമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ വിഷയങ്ങളിൽ ഇടപെട്ട് അത്രയും വലിയൊരു അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും മുൻഷി രഞ്ജിത്ത് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് മുൻഷി രഞ്ജിത്തിനെ കുറിച്ച് പോയതിൽ നമുക്ക് വലിയ അതിശയം തോന്നില്ല. പക്ഷെ ബിൻസി നല്ലൊരു പ്ലെയർ ആണ്. അനീഷിനോടാണെങ്കിലും ഷാനവാസിനോടാണെങ്കിലും വേറെ ആരോടാണെങ്കിലും നവീന്റെ അടുത്ത് ഒക്കെ ഒരു വഴക്കുണ്ടായപ്പോഴൊക്കെ അവരുടെ ശബ്ദമുയർത്തിയിട്ട് അവരുടെ അടുത്ത് പതറാതെ നിന്ന് സംസാരിക്കാൻ കഴിവുള്ള കുറച്ച് കരുത്തയായിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ബിൻസി. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഞാൻ വിചാരിക്കുന്നത് ബിൻസി വീണ്ടും ബിഗ് ബോസ് വീട്ടിലേക്ക് വീണ്ടും വരും. വൈൽഡ് കാർഡായിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം, അല്ലെങ്കിൽ എന്തായാലും ഒരു 50 ദിവസത്തിന് ശേഷമാണെങ്കിലും വൈൽഡ് കാർഡായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ബിൻസിയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകര് വിഷമിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. താമസിയാതെ തിരിച്ചു വരും. അങ്ങനെ തന്നെ ആവട്ടെ. അപ്പം ഇനി അടുത്ത ദിവസം എന്താ നടക്കാൻ പോണേന്ന് അറിയത്തില്ല. എന്തായാലും വീണ്ടും ഒരു എവിക്ഷൻ ഉണ്ടാവാനാണ് ചാൻസ്. എന്തായാലും നല്ലതാവട്ടെ, എവിക്ഷൻ വേണമല്ലോ. ഇനിയിപ്പം എല്ലാവരെയും അവിടെ പിടിച്ചിരുത്തിയിട്ട് കാര്യമില്ല. 2 ആഴ്ച ആയില്ലേ, 2 ആഴ്ച ആയപ്പം മോശമായിട്ടുള്ള കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ കളിക്കാത്തവരെയൊക്കെ പറഞ്ഞു വിടുന്നത് തന്നെയാണ് നല്ലത്. കളിക്കുന്നവര് നന്നായിട്ട് കളിക്കട്ടെ, മുന്നേറട്ടെ, വിജയിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.